പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വീണ്ടും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീൻകുളത്തിന് ഒരു മേക്ക് ഓവർ. ഈ മീൻകുളം ചേട്ടൻ വരുന്നവരോടും പോണവരോടൊക്കെ പറയും, ഈ മീൻകുളം ഇതാക്കാൻ പോവാ, അത് പറ്റിച്ച് മീനൊക്കെ അവസാനിപ്പിച്ച് സ്വിമ്മിംഗ് പൂളാക്കാൻ പോവാന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേന്ന് എനിക്കറിയില്ല. ഞാനൊരു കുറേ പേരോട് പറഞ്ഞിട്ടപ്പോൾ അവസാന ദിവസം വിളിച്ച് ചോദിച്ചു, ഇത് ചെയ്യാൻ പറ്റില്ല, എന്തായാലും അത്യാവശ്യം നല്ല പൈസ വരും, നമ്മളെന്തായാലും ചെയ്യാൻ നമ്മളെ കൊണ്ട് ഇപ്പം അടുത്തൊന്നും പറ്റില്ല. പിന്നെ ഇത് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടൊന്നും, എന്തിനാ അങ്ങനെ പറയണേ? മീനുകളെ മതിയായിന്നല്ല ഇപ്പൊ സ്വിമ്മിംഗ് പൂളൊന്നല്ല ആക്കാൻ പോണത്. ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോ ഒരു വൃത്തികേട് പോലെ തോന്നുന്നുണ്ടല്ലേ ഈ ഷീറ്റൊക്കെയും. ഇവിടെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിനി ഷീറ്റ് എടുത്തിട്ട് ഇതൊക്കെ വാർത്തിട്ടൊക്കെ ചെയ്യണമെങ്കിലേ കാശ് കുറയാവും. തൽക്കാലം ഇങ്ങനെ കിടക്കട്ടെ. പാകപ്പാടെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇത് ഇപ്പൊ കുറച്ച് കൊല്ലായില്ലോ, ഇതൊന്ന് പെയിന്റ് അടിക്കണം. ബാക്കി ഭാഗമൊക്കെ നമ്മുടെ വീട് വൃത്തിയായിപ്പോളേ ഇത് ഭംഗിയാക്കണം. ഒന്ന് ഇത് പെയിന്റ് അടിക്കണം. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞില്ല, ഇത് കണ്ട ദ്രവിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഈ പൊടിഞ്ഞ് ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പൊടികൾ വെള്ളത്തിൽ വീഴാം. അപ്പോൾ അത് മീനുകൾ അത് തിന്നുമല്ലോ. അപ്പോൾ അത് കാരണം ഈ ഷീറ്റ് മാറ്റിയിട്ട് പുതിയ ഷീറ്റാക്കണം. അപ്പോൾ ഇത് വേഗം തന്നെ ചെയ്യണം. എന്താ വെച്ചാൽ നമ്മൾ ഈ ബോഗൺവില്ല കയറ്റിയത് കണ്ട അതുമ്പോൾ പടർന്നു തുടങ്ങി, നല്ല നിറച്ച് പൂക്കളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുമ്പോൾ പടർന്ന് പറ്റി പിടിച്ചാൽ പിന്നെ ഈ സാധനം നമുക്ക് മാറ്റാനും പറ്റില്ല. അപ്പോൾ ഇത് വേഗം ഇത് മാറ്റി ഇതാക്കണം. ഇതുമേ പെയിന്റ് അടിക്കും വേണം. അവര് റെഡി, അവർക്കറിയാത്. അപ്പൊ ഇതിന് മാറ്റി കഴിഞ്ഞിട്ട് വേണം ഇവര് വന്നു. എന്താണെങ്കിൽ എല്ലാ ദിവസവും സീമ ചേച്ചി വന്ന് വിളിക്കുക, എന്നോട് പറയുവരെ അങ്ങോട്ട് വിടറി കല്യാണം വിളിക്കാൻ പെയിന്റ് അടിക്കാൻ വേണ്ടിട്ടേ. ഇതും കൂടി കഴിഞ്ഞാൽ ഇവരുടെ ഇവിടത്തെ പണി കഴിഞ്ഞു. പിന്നെ ഇവര് അല്ല ചേട്ടൻ്റെ അവിടേക്ക് പോകും. അപ്പൊ നിങ്ങളുടെ പാട്ട് ഇവന്റെ തൊണ്ടവേദന മാറിയാ? ഉഴിഞ്ഞെടുത്താ വാ ആര് അത് ഒഴിഞ്ഞെടുക്കുമ്പോഴല്ല, ഒഴിഞ്ഞെടുത്താൽ നമ്മുടെ ദോഷം പോവാ ചെയ്യാ. അതന്നെ, അത് ദൃഷ്ടിദോഷം എന്ന് പറയും. എടുക്കണ്ട. ഞങ്ങളുടെ രണ്ടാളുടെയും ഡ്യൂവറ്റ് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്നും നാളെയും കൂടി കഴിഞ്ഞ് വരെ പണി കഴിഞ്ഞപ്പോൾ നമുക്ക് ഡ്യൂവറ്റ് വേണം, വേഗം പാടണം. അതിന് മഹേഷിന് വയ്യല്ലോ, മുഖമൊക്കെ ആകെ വയ്യാത്ത പോലെ ഇരിക്കുന്നു. ത്രോട്ടിന് ഇൻഫെക്ഷൻ ടോൺസിലൈറ്റിസ് ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മരുന്ന് തരാം. നമ്മുടെ SBM ടോൺസിലോൾ ഇരിക്കുന്നുണ്ട് എനിക്ക്. ഞാൻ എന്നോ ഒരു ദിവസം എനിക്കൊരു ഞാനൊരു പേടി പറയണ്ടേ, മാറ്റി വെക്കണ്ട ഒടിക്കാണ്ട്. കുഴപ്പമില്ല, ഇങ്ങനെ ഇരുന്നോളൂട്ടോ ഇവര്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പെയിന്റ് അടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മുകളിലേക്കാണ്ട് വലിച്ചു കെട്ടിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പരസ്യമല്ല കേട്ടാ, ആ മരുന്ന് അവിടെ ഇരിക്കുന്നുണ്ടേ. എനിക്ക് ഒരു വട്ടം ഉപയോഗിച്ചിട്ടുള്ള ആകെ അവിടെ ഇരിക്കണ്ട. അത് ഇവിടെ പരത്തി കൊടുത്താൽ മതി, വേഗം മാറും, പെട്ടെന്ന് മാറും. അതല്ല, നിനക്ക് ഈ ത്രോട്ട് ഇൻഫെക്ഷൻ മാത്രമല്ല വേറെ വല്ല കുഴപ്പമുണ്ടോ? ഭയങ്കര ക്ഷീണം. അതല്ല, അത് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ഇതുണ്ട്. എന്നിട്ട് അറിയാം ഇപ്പൊ ഭയങ്കര കാറ്റായി. അപ്പൊ ഇങ്ങനെ വലിച്ചില് വന്നിട്ടേ മുഖവും ചുണ്ടും എല്ലാവിടെയും ഇങ്ങനെ വലിഞ്ഞിട്ട് അല്ലേ. അയ്യോ, അതിന് തീരെ വയ്യ. ഇന്നലെ ഒരു കല്യാണത്തിന് ഇവര് പോയി. എനിക്ക് തോന്നുന്നു കല്യാണം ഇത്തിരി അടിച്ചു പൊളിക്കൽ ഇത്തിരി ഓവറായി തോന്നുന്നുണ്ട്. അതിന്റെ ക്ഷീണായിരിക്കും. ലീവ് എടുക്കോ നിങ്ങള്? ലീവ് എടുത്താൽ നിങ്ങളെ കൊല്ലും. ഞങ്ങൾക്ക് കല്യാണം ആകുമ്പോഴത്തേക്ക് ഇവിടെ ഭംഗിയാക്കണം. നിങ്ങൾ അങ്ങനെ ചാവൊന്നുമില്ലേ, പേടിക്കണ്ട. അപ്പൊ ഇവര് അതാണ് സെറ്റ് ചെയ്തിട്ടേ. ആദ്യം അത് അഴിക്കട്ടെ. പാട്ട് എപ്പോഴാണ് നിങ്ങളെ? പാട്ട് പാടാ ഇനി വയ്യ ചേട്ടാ. മാറിട്ട് ഇത്ര നേരം പറഞ്ഞതൊന്നും ചേട്ടൻ കേട്ടില്ലേ? ഞാൻ അത് അഴിക്കില്ല, എന്റെ ശ്രദ്ധ മുഴുവൻ അതിലായിരുന്നു. അതെന്നിട്ട് എന്റെ തലയിലേക്ക് ഇട്ടേനത്. അതന്നെ മുൾക്കിരീടായിട്ട് ഞാൻ നിന്നേനെ ഇവിടെ. ഈ സാധനം സെറ്റ് ചെയ്യട്ടവര്. അതിന്റെ പൊടി ഇങ്ങനെ വീണോണ്ടിരിക്കുന്ന കണ്ട, ദ്രവിച്ചു. വേട്ട മോനെ വെള്ളം കുടിക്കാൻ. അയ്യോ മഹേഷ്, ഈ മരുന്ന് ഉപ്പ പരത്തിക്കോ. അത് വെയിലൊന്നും പ്രശ്നമല്ല. ഇതിവിടെ ഇങ്ങനെ പരത്താ വേണ്ടോ? അല്ല അത് പരത്തിയ പെട്ടെന്ന് കുറയേ.
എന്തിട്ട് മരുന്ന്? ഇത് ഈ മരുന്നില്ലേ ടോൺസിലോളേ, ഞാനന്ന് ഉപയോഗിക്കലുണ്ട്. അങ്ങനെ തന്നെ ഇരിക്കണതാ കണ്ട, അതിന്റെ ഇതുപോലും പോയിട്ടില്ല. നീ ഇറങ്ങുമ്പോ വിളിച്ചാ മതി. ജഗുണം നാളെ എൻ്റെ മോളിൽ കയറിയത് പട്ട എടുക്കാനായിട്ട്. ആ ശരിവല്ലേ ശരിവല്ലേ. കൊറേ മാറാലുണ്ട്. പിന്നെ ഈ വള്ളിച്ചെടി മൊത്തം കയറി പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉണങ്ങി പിടിച്ചിട്ടിരിക്കുക. അതിൽ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അതൊക്കെ വൃത്തിയാക്കാണ്. പിന്നെ നോക്കിയാൽ മീൻ കുളത്തിൽ മുഴുവൻ കരടുകൾ നിറഞ്ഞു കംപ്ലീറ്റ്. ഇവിടെ കംപ്ലീറ്റ് ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. എല്ലാവിടെയും പുല്ല് പടർന്നതും അതെല്ലാം ക്ലീനാക്കി, ഒക്കെ ക്ലീനാക്കി. ഇനി എന്തിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇവിടെ ഒരു ടാർപ്പായി ഇരുന്നോടുന്നതുകൊണ്ട് ഇവിടെ അടിഭാഗം കെട്ടാൻ എന്താ വെച്ചാൽ ഇവര് മറ്റേ ബ്രഷ് വെച്ചിട്ട് ഇതുമ്മ പെയിന്റ് അടിക്കുകയല്ല ചെയ്യണേ. ബ്രഷ് വെച്ചിട്ട് ഇതുമ്മ പെയിന്റ് അടിച്ചാൽ ഇപ്പോൾ എത്ര നാൾ പിടിക്കൂടാ ബ്രഷ് കൊണ്ട് ഇത് പെയിന്റ് അടിക്കുകയാണെങ്കിൽ? ഒരാഴ്ച എടുക്കുന്നു. അപ്പോൾ ഈ കംപ്രസർ വെച്ചിട്ട് ചെയ്യണത്, പെയിന്റ് അടിക്കുക ചെയ്യണേ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ പെയിന്റ് കണ്ടമാനം സ്പ്രേ ആയിട്ടേ ഈ വെള്ളത്തിലേക്ക് ആവും. അപ്പോൾ നമ്മുടെ മീനുകളുണ്ടല്ലോ അതിൽ വെള്ളത്തിൽ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെള്ളത്തിലേക്ക് പെയിന്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാർപ്പായ ഇതേ വലിച്ചു കെട്ടലാണ് ഇവർ ആദ്യം ചെയ്യണം കേട്ടോ. ഒരു ടാർപ്പായി ഉണ്ടായിരുന്നത് കെട്ടി, പിന്നെ ഇതിൻ്റെ മേലെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നല്ലോ ഇപ്പം അഴിച്ചത് ദ്രവിച്ചു തുടങ്ങിയത്, അതും കെട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഈ വെള്ളത്തിലേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ പെയിന്റ്. പിന്നെ ദേ രണ്ടുപേരും കൂടി ഇരിക്കുകയാണ്. അവരിനി ഊണ് കഴിഞ്ഞിട്ട് തുടങ്ങുള്ളോ. ദേ അവൻ്റെ മെഷീനൊക്കെ ദേ സെറ്റാക്കി, എല്ലാം സെറ്റാക്കി വെച്ചു കണ്ട, ഒക്കെ ചെയ്ത് വെച്ചു. ഇതിൻ്റെ സാധനങ്ങൾ ഓക്കെ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ബഹളമയം കേൾക്കാം. പടവരാട് പള്ളി പെരുന്നാളാ, അതിൻ്റെ കോലാഹലാണ് കേട്ടോ കേൾക്കണേ. നമ്മുടെ ബൈബിളിൽ മുടിയനായ പുത്രൻ തിരിച്ചു വന്ന കഥ പറഞ്ഞ പോലെ ഇവിടെ ഒരുത്തി തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മറ്റേ എന്നിട്ട് പറയാ, അയ്യോ ഊരുതണ്ടി അല്ല എന്താ പറയാ ചേട്ടാ, വന്നു. അപ്പൊ വന്നിട്ടേ തിരിച്ചു വന്നു ഓട്ടക്കാലണ. ഇങ്ങോട്ട് വരുന്നില്ലേ അവള്? ആരാന്ന് പറയേ? കൊറേ നേരായി വന്നിട്ട്. അല്ല ഞാൻ പറയട്ടെ, കുറേ നേരം ഇവിടെ ചാർലി ഒരു കുഴപ്പം, പേളിരാ ചേട്ടാ പറഞ്ഞേ, ഇവിടെ ചാർലിക്ക് യാതൊരു വക പ്രശ്നവുമില്ല. ആള് കാലത്ത് ആ പൂട്ടേണ്ട സമയത്ത് വന്ന് അവിടെ ആ ചങ്ങലേര അടുത്ത് വന്ന് കിടക്കും. നമ്മൾ പൂട്ടിയില്ലെങ്കിലും അവിടെ അങ്ങനെ കിടക്കുന്നുണ്ടാവും. നമ്മൾ എപ്പോഴെങ്കിലും വന്ന് പൂട്ടിയാൽ മതി. പക്ഷെ അവള് അവൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പൂട്ടുമ്പോൾ. പിന്നെ എന്താണ് കുറച്ച് ദിവസമായിട്ട് അവൾക്ക് പൂട്ടാൻ ഇഷ്ടമില്ലാണ്ടാണ് അവൾ ഓടി നടന്നത്. ഇപ്പം 3-4 ദിവസമായിട്ട് നമുക്ക് കിട്ടണില്ല. എന്നിട്ട് ഇപ്പോൾ വന്നേക്കാട്ടാ പേളി കൊറേ നേരം അവിടെ കിടക്കണു. പേളി ഇപ്പളേ നമ്മുടെ വഴിയിൽ വന്ന് കെടുക്കാട്ടാ. അപ്പൊ നേരത്തെ വിളിച്ചപ്പോ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ എന്തൊരു ചെയ്ത, ഇവന് ചോറ് കൊടുക്കേണ്ട സമയത്ത് അവള് വന്നു. അപ്പൊ ഇവനാണെങ്കിൽ അവളെ കുറച്ചോടിപ്പിക്കുക. കുറച്ച് നാളായിട്ട് നീ വന്നില്ലല്ലോ, കൂടെ നടക്കണെന്ന് പറയാം, അംബ്രോസിന്റെ കൂടെ. അപ്പൊ നിനക്ക് ആ കിളവൻ അംബ്രോസിനെ മതിയല്ലോ, എന്നെ വേണ്ടാലോ എന്ന് പറഞ്ഞിട്ട് ചാർലി കുറച്ചോടിപ്പിച്ച് ഒരു വറ്റ് ചോറ് കൊടുത്തില്ല. അപ്പൊ ഞാനെന്തൊരു ചെയ്ത, പെണ്ണിലേക്ക് കാമറി. അപ്പോൾ ഞാൻ എന്തൊരു ചെയ്തെന്ന് വെച്ചാൽ അവൾക്ക് വേഗം ഒരു മുട്ട കുത്തിപ്പൊരിച്ച് ചോറ് റെഡിയാക്കി കൊണ്ടുവന്നു. പക്ഷെ ആൾ ഇവിടെ വന്നിരുന്നു. പിന്നെ അതേ വീണ്ടും അവിടെ തന്നെ പോയി എടുക്കുക. അപ്പോൾ ആൾക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേർക്കും നമ്മൾ ഉച്ചയ്ക്കും രാത്രിയും ചോറ് കൊടുത്തോടന്നേ. അപ്പോൾ അത് പില്ലിയ. അപ്പോൾ എല്ലൊക്കെ പൊന്തി, പുറത്തത്തെ 2 എല്ലില്ലേ അത് പൊന്തി, വയറൊക്കെ ഒട്ടി. അപ്പോൾ ചോറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് ഈ വന്ന് കെടുപ്പ്. കണ്ട നോക്ക് മുത്തേ, ചാർലി ചിലപ്പോൾ അവൾക്ക് ചോറ് കൊടുക്കുമ്പോൾ കുറച്ച് ഓടിപ്പിക്കും. ഇവിടെ വാ, ഒടി വയ്യ, സുന്ദരി വയ്യ, ചുന്തിരി വയ്യ. എന്തുട്ടോ ഞൊണ്ടലും പറ്റിയിട്ടുണ്ടേ, പുറത്തേക്കൊക്കെ തെണ്ടി നടന്നിട്ടേ വല്ല പട്ടികൾ കടിച്ചാവോ. വാ പാടി ചുന്തിരി വയ്യോ, ചുന്തിരി കണ്ട ഒഴിയാനങ്ങള് നിന്ന് തരില്ല ഇവള് ശരിക്ക്. പൊന്തി വാ ബയോ മാമുണ്ണ വാ, ബയോ ബയോ വാ സുന്ദരി വാ. കണ്ട കൂടിയില്ല നമ്മള്, എന്റെ ജഗ്ഗുവിന്റെ ചേട്ടന്റെ ഞങ്ങളെ 3 പേരെ നിറം കണ്ട ഓടുകള്.
കാരണം ഞങ്ങൾ 3 പേരാണ് പൂട്ടണ ആൾക്കാരെ. അത് കാരണം ഉണ്ണിയമ്മ ചോറ് അവിടെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ എടുത്തന്നെ ഇതവിടെ വെച്ചിട്ടുണ്ട് ചോറ്. വിശക്കുണ്ടാ മാമു വേണ ഇപ്പയോ ഒരു കൈ ഇങ്ങനെ പൊക്കിയിട്ട് നിക്കണ അത് മുന്തൂട്ട പറ്റിയാവോ സുഖത്തിൽ അങ്ങട് വായോ ഇങ്ങോട്ട് ബാ വായോ പൊട്ടിയോ ജഗു ചാർലിനെ പിടിച്ചോട്ടാ. ചാർലി അല്ലെങ്കിൽ മുന്നേക്ക് നിനക്ക് അനിലും ചേട്ടൻ ചോറ് തരും. മുന്തിരി വലിയ മാമു തരും നിനക്ക്. മുന്തിരി അയ്യോ കാമറി ഇപ്പൊ വീണേനെ. അല്ല ആദ്യം പാത്രത്തിലിട്ട് കൊടുക്ക സരിത. ആ വായോ വായോ തല്ലൂടരുത് കേട്ടാ. എന്നാ കഴിച്ചോ. കഴിച്ചോട്ടെ. മറ്റേ പാത്രം എവിടെ നോക്കണം നീ. ഇവൾക്ക് 2 പാത്രം ഉണ്ടായിരുന്നല്ലോ. ചാർലിക്കും പേളിക്കും പാത്രം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇവളുടെ പാത്രം ഞാൻ എടുത്ത് പിടിക്കാണ്ട് മാറ്റി വെച്ചു. ഇപ്പൊ എവിടെയൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല. കാമറി തിന്ന് കഴിഞ്ഞിട്ട് ഇവൾക്ക് കൊടുത്തോ. തരാട്ടാ മാമു തരാട്ടാ. അവിടെ നിക്കട്ടാ. ചാർലിനെ പിടിച്ച് നിർത്തിയൊക്കെ ജഗ്ഗൂലേ. ഞാൻ ചാർലി എന്താ ചാർലി കൊരച്ചോടിപ്പിച്ചവളെ. ഞാന് കാമറീനെ ആ സമയത്ത് കാമറിയിൽ ഇവിടെ ഞാൻ കൂടുതൽ ചോറാക്കിയാനെ. അപ്പൊ നോക്കി ഇത്തിരി ചോറുള്ളൂ കേട്ടാ. ഇനി നിനക്ക് കുറച്ച് കഴിയുമ്പോ നിനക്ക് അവിടെ നിന്ന് വയറ് നിറച്ച് ചോറ് അവിടെ നിന്ന് കിട്ടും. ഇവൾക്ക് കിട്ടില്ല. അത് ഇവിടെ ഇരിക്കും. ഇങ്ങോട്ട് വാ. പൊടി പൊടി വായോ പേളി വാ പേളി വാ. എന്നാ ഡി പേളി പേളി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. പിടിച്ചപ്പോ അവൾക്ക് വലിയ ശൗര്യം. മാമുണ്ടോ മാമുണ്ടോട്ടാ കഴിക്കി. അത് അവൾക്ക് ഒന്നും ആവില്ല. അതിൽ നിറച്ച് ചോറ് കഴിക്കണം. കാമറീനെ ഞാൻ പിടിച്ചു നിർത്തോ കേട്ടാ. കൈ കൊണ്ട് ഇടത് കൈ കൊണ്ട് ഞാൻ പിടിച്ചു നിർത്തിയിട്ട് അല്ലെങ്കിൽ അവള് കുഴപ്പമുണ്ടാക്കണ്ട. അവർക്ക് അംബ്രോസിനും ഇവൾക്കും ടൈസനും നന്നായിട്ട് ചോറാനല്ലേ ചേട്ടാ അവിടെ കൊടുക്കും. കണ്ട അതിന് വേസ്റ്റ് നോക്കിയേ. വയറൊക്കെ കൊട്ടിട്ടുണ്ട് അതിന്റെ വയറൊക്കെ കൊട്ടിട്ട് നോക്കിയേ. ചാർലി പിടിച്ച് ചാർലിനെ നോക്കിയേ. ജഗ്ഗു നോക്ക് അവിടെ പിടിച്ചു നിർത്തിയാണ് നോക്കിയേ. പിടിച്ചു നിർത്തിയോക്കാ. ഇറക്കിണ്ട ആ പടക്കം പൊട്ടണ കേട്ടോ. ചാർലിനെ വിട്ട് ഇവളെയും പിടിച്ചു നിർത്തി. അതിനൊന്നും ആയിട്ടില്ല. ഞാൻ ഇത്തിരി ചോറാക്കിയാലോ. ചോറാക്കിട്ട് വരാം. മതിയ മാമു മതിയ കണ്ട കണ്ട ഓട് നോക്ക്. ചാർലിക്ക് ഇളകിയ ഇതൊന്നുമില്ല. ചാർലിക്ക് ദേഷ്യം വന്നാ നമ്മള് അല്ല ചേട്ടാ. പിന്നെ റേഷനരി ഇല്ലേ. റേഷനരി എന്ന് പറഞ്ഞാൽ അത്ര പൊട്ടരി ഒന്നുമല്ല കേട്ടോ. അത് വാങ്ങിച്ചേക്കും. കാരണം ഒരു കല നിറച്ച് ചോറ് വയ്ക്കണേ. ഇവർക്ക് 3 പേര് അത്യാവശ്യം നന്നായി ചോറിനു. അംബ്രോസും കാമറിയും ടൈസനും. അപ്പോൾ അവര് ഉണ്ടിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ലോറ വന്ന് തിന്നാറുണ്ടെന്ന് പറഞ്ഞു അല്ല ചേട്ടൻ രാത്രി. ചിലപ്പോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വേണമെങ്കിൽ അവര് തിന്നിട്ടും ബാക്കിയിലൊന്നും ഉണ്ടാവില്ലായിരിക്കും. അതാവും ഇവൾക്കൊന്നും തിന്നാൻ കിട്ടാന്. അപ്പൊ നമ്മളിവിടെ റേഷനരി ഒന്നും വാങ്ങിക്കാറില്ലേ. നമുക്ക് വെക്കണേ കൂടെ കൂടുതൽ അരിയിട്ട് വെച്ചിട്ടാണ് ആ നല്ല ചോറ് തന്നെയാണ് ഇവർക്ക് കൊടുക്കാറ്. അതെ പേളി കുരക്കിനേണ്ട. പേളി പറയും ഞാൻ ഇവിടുത്തെ അരിയാടി എന്ന് പറയുന്ന കാമറയോട്. ഞാൻ 2 ദിവസം മാറി നിന്നപ്പോഴേക്കും നീ ഇവിടെ വന്ന് സ്ഥലമേറ്റെടുത്താന്ന് പറയുന്നത്. പേളിയെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ. അപ്പൊ മീൻകുളം ഇങ്ങനെയായി. മീൻകുളം മാത്രം അവരോട് പെയിന്റ് അടിക്കാൻ പറഞ്ഞോളൂ. ഇവര് ചുറ്റുമുള്ള ചെടികളും പുല്ലും ഒക്കെ വെള്ള പെയിന്റ് അടിച്ച് തന്നിട്ടുണ്ട്. അപ്പോ അല്ല ഈ അതാണ് കേട്ടാ. കുറച്ചല്ല കുറച്ചധികം ഒക്കെ ആയിട്ടുണ്ട്. ഇതേ ഉള്ളിലൊക്കെ ആയിട്ടുണ്ട്. അത് സ്പ്രേ ചെയ്യല്ലേ. പിന്നെ ബ്രഷ് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറേ നാളെടുക്കും. അപ്പോൾ ഇവര് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടാണല്ലോ ചേട്ടൻ്റെ അവിടെ ഏട്ടാ പണി. അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഓടി വന്നേക്കാണ്. നമുക്ക് ഈ ഷീറ്റ് മുകളിൽ കെട്ടണം. കണ്ട വെള്ള ഷീറ്റ് തന്നെ സജീവൻ്റെ അടുത്ത പോലെ വെള്ള ഷീറ്റ് കെട്ടണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ എന്തിട്ടുണ്ടായേ വെള്ളമില്ലല്ലോ അവിടെ. വെള്ളം നമ്മുടെ ഈ മീൻകുളത്തിൻ്റെ അളവിൽ സജീവൻ്റെ കുഞ്ഞിയ കുളമാണല്ലോ. ഈ അളവിനുള്ള ഷീറ്റ് കിട്ടിയില്ല. അപ്പം നമ്മൾ ഗ്രേ ആണ് വാങ്ങിച്ചേക്കണം കേട്ടാ. പിന്നെ ഇവിടെ അപ്പോൾ ഒരു ഇതൊക്കെ നമുക്ക് വൈറ്റ് ഗ്രേ കോമ്പിനേഷൻ ആണല്ലോ. അപ്പം ഇതും വൈറ്റ് ഗ്രേ കോമ്പിനേഷനിൽ കിടക്കട്ടെ അല്ലേ. അപ്പം ഇതിന് എത്ര രൂപ ചേട്ടാ? 1600 രൂപയാണ് കേട്ടോ. 2 ഷീറ്റായിട്ടാണ് വാങ്ങിച്ചാണ്. കെട്ടാൻ പോവാ. യെസ്. വലിച്ചു കെട്ടേണ്ടി വരും ചിലപ്പോ. ഒടുക്കത്തെ കാറ്റും
അല്ലേ? ഭയങ്കര കാറ്റെന്ന്. അയ്യോ എത്തില്ലേ? നമ്മൾ അളന്നത് തെറ്റിയ ചേട്ടാ. അല്ല ഇങ്ങട് ഇത്തിരി വീണ് കെടുക്കാൻ മാത്രല്ല അല്ലേ? താഴെ തറയെ മടിക്കണ പെയിന്റിനെ കുറിച്ചിട്ടാണോ കൺഫ്യൂഷൻ? അല്ല, മുകളിൽ അടിച്ചതേ അവർക്കത് ഗ്രേ കളർ ഒന്നും കൂടി ഡാർക്ക്നെസ് വേണമെന്ന് പറഞ്ഞു തോന്നുന്നു. ഇതേ തിളക്കവിടെ കിട്ടണം എന്ന് പറയണേ. അതിന് 2 കോട്ട് അടിക്കണ്ടേ? അതല്ല, നമ്മളിവിടെ കണ്ടിന്യൂസ് അടിച്ചു പോണതല്ലേ ഒരു 3 കൊല്ലം. അപ്പൊ അതിന്റേതായ ഒരു ബ്രൈറ്റ്നസ് എപ്പോഴും ഉണ്ടാവും. ഞാൻ പറഞ്ഞു ചേച്ചിയോട് അത് ഇപ്പൊ 3.5 കൊല്ലമായിട്ടുള്ള നമ്മൾ അടിച്ചിട്ട് കൊല്ലായില്ലേ നമ്മ തൊട്ടിട്ട്. 3.5 കൊല്ലം മാത്രല്ലടാ നമ്മള് ഷീറ്റ് അടിച്ചേണ നമ്മുടെ മഴ കൊള്ളണില്ല. ഞാനും ചെയ്തതാ, എനിക്കും വയ്യാണ്ടാവണ്ട. അങ്ങനെയാണെങ്കി ചിലവരെ തലേറെ കുഴപ്പമില്ലേ? നമ്മളെ വേറൊരാള് ഇമിറ്റേറ്റ് ചെയ്താലേ അനുകരിക്കുന്നുണ്ടെങ്കിൽ എവിടെ താഴോട്ടാ? ഇത്ര ഉള്ളൂ. അയ്യടാ വെള്ളയില്ലാന്ന് പറഞ്ഞപ്പോ എനിക്ക് വിളിച്ചു പച്ച വാങ്ങിക്കട്ടെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യേ പച്ചിട്ട സകലതും പോയി, പിന്നെ ഏത് കളറല്ല ചോദിച്ചു. പറഞ്ഞു ഗ്രേ ഉണ്ടെന്ന്. അപ്പൊ ഗ്രേ വാങ്ങിക്കുന്നു പറഞ്ഞു. നമ്മളേ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്ന ഷീറ്റ് ഉണ്ടല്ലോ, ആ വെള്ള നീല അങ്ങനെ ലൈൻസ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇപ്പോൾ കിട്ടിയേക്കണ ഈ ഗ്രേ ഓരോന്നിനും ഓരോ ടൈപ്പ് വീതിയാന്ന് തോന്നുന്നുണ്ട്. ഇതിനിപ്പോൾ വീതി കണ്ട അത്ര ഇല്ല. മുന്നത്തെ നമ്മൾ കെട്ടിയോടുന്ന ഏതാണ്ട് ഇവിടം വരയ്ക്ക് ഇങ്ങനെ നിന്നോടന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ കിടന്നിട്ട് ഇതിപ്പോ ഇവിടം വരയ്ക്ക് നമുക്ക് കിട്ടണുള്ളൂ. ഇതിന് കുറച്ച് കട്ടി കുറവുണ്ട് കേട്ടോ. കട്ടി കുറവാണോ? കട്ടി കുറവാ. മറ്റേ പച്ചയാക്കി ഇതിന് കട്ടി ഉണ്ടല്ലേ? പച്ച ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ സകല ഭംഗിയും പോകുന്നുണ്ട്. അത് കാരണം പച്ച വാങ്ങിക്കാൻ. പച്ച ഏത് നീളത്തിലും വീതിയിലും കിട്ടും അല്ലേ? അയ്യോ പേടിയാവോ തേങ്ങ. പട്ടങ്ങനെ കഴുത്തിലേക്ക് വരുമോ? അതൊന്നും പറയാൻ പറ്റില്ല. കഴുത്തിലേക്കാണോ എവിടേക്കാ വരാന്ന്. മതി. ഇതടി റേറ്റ് ഒരു പൊടിക്ക് കയറ്റിട്ടോ നമ്മൾ ഇറങ്ങിപ്പോണ്ട. അവിടെ നിന്ന് ലോക്ക് ചെയ്തോട്ടാ. ടാഗ് ഉണ്ടാ? വലിച്ചു പിടിക്കണ്ട. കറക്റ്റ് ആയിട്ട് മതി. തേ കെട്ടിട്ടാ അടിപൊളിയായിട്ട് കെട്ടി. ഇവിടെ നിന്ന് കാണുമ്പോ അറിയില്ല, അവിടെ നിന്ന് കണ്ടല്ലോ ചേട്ടാ അറിയുള്ളൂ. നല്ല ഭംഗിയിൽ ഇവര് കെട്ടിയിട്ടല്ലോ ഒതുക്കി കെട്ടി. ഞാൻ ബോഗൺ വില്ലേനെ മറച്ചിട്ട് എനക്കണേനെ അങ്ങോട്ട്. അതെ അത് മോളിൽ കയറിട്ട് കെട്ടണെങ്കിലോ നോക്കി നോക്കാം. അതെ ഞങ്ങൾ എന്തായാലും പാടാൻ പോകട്ടെ. അതെ ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. വരൂ അല്ല വരൂ എന്ന് പറഞ്ഞേ. കാരണം 2 പേര് ഒരുമിച്ച് പാടുമ്പോ പിച്ച് കറക്റ്റ് ആവണല്ലോ. അതുകൊണ്ട് പൂവൈത്തായ് പൂവൈത്തായ് നീ പൂവൈക്കോർ പൂവൈത്തായ് മനപ്പൂവൈത്തു പൂവൈത്തു പൂവുക്കുൾ തീ வைத்தாயோ விண்மீனின் மழையில் நாட நான் நனைந்து வாட உன்னாளத்தில் உன் ரத்தம் நாடிக்குள் உன் சத்தம் உயிரே ஹோய் തോളിൽ ഒരു സില നാളിൽ തനിയനാൽ തറയിനിൽ മീൻ മുൻപേ വാ എൻ അൻപേ വാ ഉനേ വാ ഉയിരേ വാ മുൻപേ വാ എൻ അൻപേ വാ പൂ പൂവായ് പൂ പൂവാനാ நானா கேட்டேன் என்னை நானே நானியா நெஞ்சம் சொன்னதே முன்பே வா என் அன்பே வா உனை வா உயிரே வா முன்பே வா என் அன்பே வா நிலவிடம் வாடகை வாங்கி உன் வீட்டில் குடி வைக்கலாமா நான் வாழும் வீட்டுக்குள் வேறாரும் வந்தாலே தகுமா தென்னலை கேட்குது நீதான் உந்தன் தோள்களில் இடம் தரலாமா நான் சாயும் தோள் மேல் வேறாரும் சாய்ந்தாலே தகுமா நீயும் செங்குல சேரும்
കലന്തത് പോലെ കലന്തവളാ മുൻപേ വാ എന്നൻപേ വാ ഉനേ വാ ഉയിരേ വാ മുൻപേ വാ എൻ അൻപേ വാ പൂവായി പൂവാനാ നാനാ കേട്ടേൻ என்னை நானே நானியா நெஞ்சம் சொன்னதே മുൻപേ വാ. അങ്ങനെ ഞങ്ങളുടെ ഡ്യൂറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ശിവയ്ക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ശിവയുടെ കൂടെ ഞാൻ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരിക്കും. സ്റ്റെപ്പ് പഠിപ്പിച്ചു തന്നോളാം എനിക്ക്. അപ്പോൾ ഇനി പാട്ട് കഴിഞ്ഞു. ഇനി ഇപ്പത് ഈ ബോഗൺവില്ല ഒന്ന് വലിച്ച് അങ്ങോട്ട് തന്നെ കെട്ടാൻ പോവാ. സൂക്ഷിച്ച്. അതെ, അത് ചേട്ടൻ കെട്ടാന്ന് പറഞ്ഞ, പക്ഷെ അത് മോളിൽ കയറിയിട്ട് അതിനെ അങ്ങട് അത് പിടിച്ച് കെട്ടേണ്ടി വരും. അപ്പൊ അങ്ങനെ 2 ബോഗൺവില്ല വലിച്ചു കെട്ടിയത് നിറച്ച് പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ വെച്ചേമേ വളമൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റേ കപ്പലണ്ടി പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച വെള്ളവും അതൊക്കെ ഒഴിക്കുന്നുണ്ട്. പക്ഷെ അവര് അതുമ്പോൾ പൂവിടുന്നത് കാണാനില്ല. പിന്നെ ഇപ്പൊ ചേട്ടന് കുറച്ച് ദിവസമായി പറഞ്ഞു തുടങ്ങിയിട്ട് ഈ സാധനം കളയാന്ന്. ഇത് നമ്മുടെ പുല്ല് വെട്ടാൻ വന്ന ചേട്ടന്മാര് പറഞ്ഞേ, ഉണ്ടായി കഴിഞ്ഞത് ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞതാ, ഇതൊക്കെ വലിച്ചു കളഞ്ഞോളൂ എന്ന് പറഞ്ഞു. പുതിയ ഇളകളെ മാത്രം നിർത്തിയിട്ട് ഉണ്ടായി കഴിഞ്ഞത്, കാരണം ഒരു വട്ടം ഉണ്ടായ്മ പിന്നെ ഉണ്ടാവില്ല അത്ര പൂവ്, പിന്നെ അത് കാടായിട്ട് നിൽക്കുള്ളൂന്ന് അവിടെ. അങ്ങനെ പിന്നെ പുതിയ ഇള വരണേമേൽ ഉണ്ടാവുള്ളൂന്ന്. അപ്പം അത് കേട്ടപ്പോൾ ചേട്ടന് ഈ ചെടികൾ എങ്ങനെയാലും ഇവിടെ നിന്ന് കളയണം. എന്നിട്ട് അവിടെ നിറച്ച് ബോഗൺവില്ല വാങ്ങിച്ചു വെക്കാന്ന് പറഞ്ഞിട്ട് പൂവുണ്ടായതേ ഇവിടെ തൊട്ട് അവിടെ വരെ. ഇതിന് കണ്ട കപ്പലണ്ടി പിണ്ണാക്ക് ഇതൊക്കെ ഇങ്ങനെ മാന്തിയിട്ട് ഒക്കെ ഒഴിച്ചു കൊടുത്തു നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അധികം നന വന്നു കഴിഞ്ഞാലും പൂവുണ്ടാവില്ല. അതുകൊണ്ട് അധികം നനയ്ക്കാറില്ല. നിറച്ച് കൂമ്പ് വരുന്നുണ്ട്, പൂ വരുന്നില്ല.